നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബീഗിൾ ഡോഗിൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറിയാണ്. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ മുന്നേയുള്ള കുറേ വീഡിയോസൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഒരു നായയുടെ ഗർഭകാലം എന്ന് പറയുന്നത് 63 days ആണ്. അത് ചിലപ്പോൾ 65 ദിവസം വരെ പോകാം, ചിലപ്പോൾ 1-2 ദിവസത്തെ വ്യത്യാസങ്ങൾ മുൻപ് ആയിട്ടുണ്ടാവും, ചിലപ്പം അതിന് ശേഷം ആകാം. അതൊക്കെ ഓരോ നായയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് പ്രഗ്നൻസി സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നായ ഹീറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ വാക്സിനേഷനുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡീവേമിങ് ചെയ്യുന്നത് കാര്യമാണെങ്കിൽ അത് ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും ഡീവേമിങ് ചെയ്യിക്കാൻ നോക്കുക. അതിന് മുന്നേ ആയാലും ഹീറ്റിന് മുന്നേ ആയാലും കുഴപ്പമില്ല, ഹീറ്റുള്ള സമയത്തും നമുക്ക് ഡീവേമിങ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഞങ്ങളുടെ മാഷയ്ക്കാണെങ്കിലും ഞങ്ങൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ ഹീറ്റിൻ്റെ സമയത്താണ് ഡീവേർമിങ് ചെയ്തത്. പിന്നെ ഹീറ്റ് സമയത്ത് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ സപ്ലിമെൻറ്റ്സ്, മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡയറ്റിലാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ചിക്കൻ, ബീഫ്, മുട്ട അല്ലെങ്കിൽ അവരുടെ ഡോഗ് ഫുഡാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കൃത്യമായ അളവിൽ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നായ്ക്കളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്യൂഡോ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസിയുടെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഈ സ്യൂഡോ പ്രഗ്നൻസിയിൽ കാണിക്കുന്നുണ്ടാകും. വയറ് വലുതാകും, അബ്ഡമൻ കുറച്ച് എൻലാർജ് ആയിട്ട് കാണിക്കും, അതുപോലെ തന്നെ അഡർ എൻലാർജ് ആകും, അതുപോലെ തന്നെ ഡോഗ്സ് നെസ്റ്റിംഗ് ബിഹേവിയർ കാണിക്കും. പ്രഗ്നൻസിയുടെ എല്ലാവിധ സിംറ്റംസും ഇവർ കാണിക്കുന്നുണ്ടാകും, പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് സൗകര്യമുണ്ടെങ്കിൽ എന്തായാലും അത് ഉപയോഗപ്പെടുത്തുക. കുഞ്ഞുങ്ങൾ എത്ര എണ്ണമുണ്ട്, ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടോ, കുഞ്ഞുങ്ങളുടെ വലുപ്പവും അവരുടെ ഹാർട്ട് ബീറ്റ്, മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റേഷൻ ലെങ്ത്, എത്ര ദിവസത്തിനുള്ളിൽ പ്രസവിക്കും എന്നുള്ള കാര്യങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ എക്സ്റേ സ്കാനിങ് എടുക്കേണ്ടതായിട്ട് വരും. അല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീറ്റസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് സ്കാനിങ്ങിലൂടെ നമുക്കിത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് മൾട്ടി വിറ്റാമിൻ്റെ സിറപ്പുകളോ ടാബ്ലറ്റുകളോ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടെ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റുകൾ നമുക്ക് നൽകാവുന്നതാണ്. പിന്നെ ഇവരുടെ പ്രസവ കാലത്തും വൈകിട്ടും ചെറിയതായിട്ടൊന്ന് നടത്താനൊക്കെ കൊണ്ടുപോകുക. ചെറിയ വാക്ക്, ചെറിയ എക്സസൈസുകളൊക്കെ കൊടുക്കുക. അതൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ പ്രസവം കുറച്ച് സുഖകരമാവാൻ വേണ്ടി നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെലിവറിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ തന്നെ അവർക്ക് ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുക. ഇനി കൂടിനുള്ളിൽ തന്നെ ആണെങ്കിൽ കൂടൊക്കെ മറിച്ച് അവർക്ക് ബെഡിങ് സൗകര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ മാഷയുടെ ഡെലിവറി എന്ന് പറയുന്നത് ഡെലിവറി ഡേറ്റിന് മുന്നേ തന്നെയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേറ്റിന് മുന്നേ തന്നെ അവൾ പ്രസവിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മണിയായപ്പോൾ തന്നെ 3 മണിയുടെ മുന്നേ തന്നെ ചെറിയ പെയിൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഒരു 3 മണിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ക്യാമറ നോക്കിയപ്പോഴാണ് കണ്ടത്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് 4 പപ്പീസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നോർമലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞു എന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ കൂടൊക്കെ വൃത്തിയാക്കി മാഷയെ കുളിപ്പിച്ചു. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്ത് കെട്ടുക എന്നുള്ളത്. കാരണം കൂടിൻ്റെ ഗ്യാപ്പുകളിലൂടെയൊക്കെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ കുഞ്ഞുങ്ങൾക്കും മാഷയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തു. പിന്നെ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കന്നിപ്പാൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃത്യമായിട്ടുള്ള അളവിൽ കൊളസ്ട്രോൾ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മളായിട്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളെ നോക്കിയാൽ ഫീഡ് ചെയ്യിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, വെള്ളം, പിന്നെ കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പ്രസവത്തിന് ശേഷം. പിന്നെ ഇവിടെ മാഷയുടെ കാര്യത്തിൽ ഫീഡിങ്, കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം അവൾ ഒട്ടും കിടന്നു തരില്ല. നമ്മളവിടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ പുറകെ തന്നെ എണീറ്റ് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫോഴ്സ് ചെയ്ത് അവളെ ഇങ്ങനെ കിടത്തിയാൽ മാത്രമേ അവൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതൊരു നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു.
പിന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫീസസ് കൃത്യമായിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വയറ് വീർപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫീസസ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ തുണി മുക്കിപ്പിഴിഞ്ഞിട്ട് അബ്ഡോമൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അമ്മയെ കൊണ്ട് നക്കിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഞങ്ങളുടെ മാഷ ഒട്ടും കോഓപ്പറേറ്റീവ് അല്ലാത്തത് കാരണം ഞങ്ങൾക്ക് ചൂടുവെള്ളം വെച്ചിട്ട് തുടയ്ക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് എല്ലാ പപ്പീസിൻ്റെയും മോഷൻ പോയി തുടങ്ങിയത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ വേറെ തന്നെ ഒരു ബോക്സിലാണ് മാറ്റിയത്. ചെറിയ ചെറിയ തുണികളും അതുപോലെ തന്നെ കടലാസ് പേപ്പർ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചിട്ടിട്ട് അതിനകത്താണ് കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ ഡെയിലി അത് ചേഞ്ച് ചെയ്യും. ക്ലോത്തും ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ പേപ്പറും ചേഞ്ച് ചെയ്യും. പിന്നെ പപ്പീസിന് ഒരു 15 days ആയപ്പോൾ തന്നെ നമ്മൾ ഡിവേം ചെയ്തു. 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കണ്ണുകൾ ഓരോ പപ്പീസായിട്ട് തുറന്നു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ 20 days ഒക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടർ ചെറുതായിട്ട് എടുത്തു തുടങ്ങിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ ചൂടുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ അവർ ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളധികം ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്നില്ല, എന്നാലും കുറേശ്ശെ അവർ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു 30 days ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. നമ്മൾ സെക്കൻഡ് ഡിവേമിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാഷയും ഡിവേമിങ് ചെയ്തു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ 30 ദിവസത്തിന് ശേഷമുള്ള പപ്പീസാണ്. 4 പപ്പീസും നല്ല ഹെൽത്തിയാണ്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പാല് കുടിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ മാഷയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും നമ്മൾ ഫീഡിങ്ങിൻ്റെ ടൈം കൂട്ടി ഒരു 5 times ഒക്കെ നമ്മൾ ഡെയിലി കുറേശ്ശെ ഫീഡ് കൊടുത്തു തുടങ്ങി. ഒരു 2 times നമ്മൾ പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് കിട്ടുന്നുണ്ടാവണം, മാഷ അധികം നേരം കിടന്നു കൊടുക്കുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ 4 പപ്പീസിൽ 2 പപ്പീസ് സെയിലായിട്ടുണ്ട്, 2 കൂടിയാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ബീഗിൾ പപ്പീസിനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മെസ്സേജ് ചെയ്യാവുന്നതാണ്.